ഹായ് കൂട്ടുകാരെ, ഇതാണ് എൻ്റെ ചുറ്റുമുള്ള പച്ചപ്പുകൾ. കണ്ടോ, ഇങ്ങനെ നിറച്ചും ബുഷാണ് ഞങ്ങളുടെ അവിടെ ഉള്ളത്. നിറച്ചും എന്ന് പറയാൻ നിറച്ചുകൊണ്ടാണ്. ഇതാണ് ഞങ്ങളുടെ അവിടുത്തെ വാഴ. പിന്നെ അതാ അവിടെ കുറച്ച് ചെടികളുണ്ട്. കണ്ടോ, ഇവിടെ കുറച്ച് ചെടികളുണ്ട്. ഇങ്ങനെ ചെടികളാണ്. ഇതാ അവിടെ ഒരു ഡ്രസ് ഉണ്ട്, കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെ ചെടികളാണ് കേട്ടോ. വ്യത്യസ്ത തരം ചെടികളുണ്ട്. കുറേ ചെടി. ഇത് റോസാണ് കേട്ടോ, ചെറിയ റോസ്. കണ്ടോ, ഇത് ചെറിയ റോസാണ്. പിന്നെ വാടി നിൽക്കുന്ന റോസാണ്. കണ്ടോ, പിന്നെ ഇവിടെ ഒരു ചെറിയൊരു സെറ്റപ്പ് ഉണ്ട്. ഇവിടെ ഇത് മറ്റേ ചെടിയാണ് കേട്ടോ, ഇങ്ങനെ പടരുന്ന ചെടി. നല്ല ഭംഗിയുള്ള കാണാം. ഇത് ബുഷാണ് കേട്ടോ, പിന്നെ ചെടിയാണ്. ഇത് ഞങ്ങളുടെ വീടും കുളമാണ് കേട്ടോ. ഇതിൻ്റെ വീടാണ് നല്ല ഭംഗിയാണ് കേട്ടോ. ഇത് പുറത്താണ്. ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്. പിന്നെ ഇവിടെ ഡ്രമ്മിൻ്റെ മേലെയുള്ള പിന്നെ കുട്ടികളെ കാണാം. കാണുന്നില്ലേ? കുഞ്ഞു കുട്ടികളാണ്. പിന്നെ അതാ അവിടെ വലിയ മാങ്ങ നെല്ലിക്ക മരമുണ്ട്. വലിയൊരു നെല്ലിക്ക മരം. കഴിഞ്ഞ പ്രാവശ്യം കായ്ച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നെല്ലിക്ക. ഇവിടെ വരുമ്പോൾ ആ പുല്ല് മരം വെതറിയിട്ടാണ്. ഇതാ അവിടെ ഒരു ചെറിയൊരു കൊയ്യാക്ക മരമുണ്ട്. പിന്നെ അത് ഇങ്ങനെ വന്നാൽ കണ്ടോ, ഇവിടെ ഇങ്ങനെയുണ്ട്. പിന്നെ അങ്ങനത്തെ ചെടി എന്ന് പറയാൻ വീട്ടിലത്തെ ചെടികളാണ്. പിന്നെ ഇതാ അവിടെ ഒരു മാതളങ്ങ ചെടിയുണ്ട്. ഇതിൽ പൂത്തതാണ് കേട്ടോ, മാതളങ്ങ കാണുന്നില്ല. അങ്ങനെ കുഴിഞ്ഞ് നിൽക്കുന്നതാണ് ഞങ്ങൾ മാതളങ്ങ ചെടി. പിന്നെ ഇതാണ് ഞാൻ പറയുന്ന നെല്ലിക്ക മരം. കൂട്ടുകാരെ, ഇതൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ പറയണം. ഇത് വളരാണ്ട് കിട്ടിയ ചെടിയാണ് കേട്ടോ, ഇവിടെ പുറത്ത് വെച്ചൊക്കെ വളരണം. പിന്നെ ഇതാണ് ഞങ്ങളുടെ കപ്പത്തോട്ടം. ഇവിടെയൊക്കെ കപ്പയുണ്ട്. ഉണ്ടോ, വലിയൊരു മുരിങ്ങ മരമാണ്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു വാഴ, അവിടെ കാണിച്ച ഒരു 2-3 വാഴ, അല്ലെങ്കിൽ വാഴക്കൊലയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ നടന്നു വന്നാൽ അതാ ഇവിടെ ഒരു ചെറിയൊരു ഇതുണ്ട്. പിന്നെ ഇവിടെ ഇതൊക്കെ വെട്ടി വിട്ടാണ് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ കുറച്ച് കപ്പ, ഇതൊക്കെ ഓരോ വേപ്പിലൊക്കെ ഉണ്ട്. ഇത് വലിയൊരു ചീരയായിരുന്നു കേട്ടോ. ഈ കൊമ്പ് വലിയൊരു ചീരയായിരുന്നു. പിന്നെ വളർന്ന് ഞങ്ങൾ വെട്ടിയെടുക്കാൻ വെച്ച് കഴിച്ചു. ഇതിങ്ങനെ നടന്ന് വരുമ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.